വിലക്കയറ്റത്തിന് എതിരായ ജനരോഷം. കലുഷിതമായി ഇറാൻ. കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ സ്ഥിതി അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രൂപം കൊണ്ട പ്രതിഷേധം കനക്കുന്നു. ഏറെ കലുഷിതമായി തുടരുന്ന ഈ പ്രക്ഷോഭത്തിൽ ശരിക്കും എന്താണ് നിലവിലെ ഇറാന്റെ സ്ഥിതി? ഇറാന് തുടരെ താക്കീതുമായി രംഗത്തെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രക്ഷോഭകരെ തുടരുത് എന്നതാണ് ട്രംപിന്റെ അന്തിമ ഭീഷണി. ഈ അവസരത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്കെതിരെ പ്രക്ഷോഭകരുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇപ്പോഴിതാ നഗര കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ ആഹ്വാനം. 50 വർഷത്തിന് ശേഷം റസാ പഹ്ലവി ഇറാനിലേക്കോ? ആരാണ് മടങ്ങിയെത്തുന്ന റസാ പഹ്ലവി? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആതിര. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രൂപം കൊണ്ട പ്രതിഷേധം കനക്കുന്നതിനിടെ രാജ്യത്തേക്ക് മടങ്ങി വരുന്നു എന്ന സൂചന നൽകി ഇറാനിലെ മുൻ കിരീടാവകാശി റസാ പഹ്ലവി. സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. 5 പതിറ്റാണ്ടോളമായി അമേരിക്കൻ പ്രവാസ ജീവിതം നയിക്കുന്ന പഹ്ലവി പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വീഡിയോ സന്ദേശവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇറാനിലെ നഗരങ്ങൾ പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം നാട്ടിലേക്ക് തിരികെ മടങ്ങാൻ തയ്യാറെടുക്കുന്നതായും എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ദേശീയ വിപ്ലവത്തിന്റെ വിജയ സമയത്ത് മാതൃരാജ്യത്തേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. നിങ്ങൾക്കൊപ്പം ഞാനും ഇറാനിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ ദിനം അടുത്തെത്തിയിരിക്കുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. തെരുവിലിറങ്ങുക മാത്രമല്ല, നഗര കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കണമെന്നും അദ്ദേഹം ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഗതാഗതം, എണ്ണ, വാതകം, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിലാളികൾ ജോലി അവസാനിപ്പിച്ച് രാജ്യവ്യാപകമായ സമരങ്ങളിൽ പങ്കുചേരാനും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ഇറാനിലെ അവസാന ഷായുടെ മകനാണ് 65-കാരനായ റസാ പഹ്ലവി. രാജഭരണം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെന്ന സൂചനകൾ നേരത്തെ റസാ പഹ്ലവി നൽകിയിരുന്നു. ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന പ്രതിഷേധം 14ാം നാൾ പിന്നിടുമ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. തുടക്കത്തിൽ കുതിച്ചുയരുന്ന പണപ്പെരുപ്പത്തിൽ വശം കെട്ട് ജനം തെരുവിലിറങ്ങുകയായി. പിന്നീട് പ്രതിഷേധം ഇറാനിലെ രാഷ്ട്രീയ വിഷയമായി മാറുകയായിരുന്നു. ഇറാൻ പരമാധികാരി ആയത്തുള്ള ഖമേനിക്കെതിരെ പ്രതിഷേധക്കാർ തിരിഞ്ഞു. പൗരോഹിത്യ ഭരണാധികാരികൾ സ്ഥാനമൊഴിയണമെന്ന പ്രതിഷേധക്കാർ ആവശ്യങ്ങൾ ഉന്നയിച്ചു. സംഘർഷത്തിൽ ഇതുവരെ 62 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. പ്രതിഷേധത്തിൽ ഇതുവരെ 2300 പേരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക്. അതേസമയം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന് താക്കീതുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. നിങ്ങൾ സമരക്കാരെ വെടിവെച്ചാൽ ഞങ്ങളും വെടിപൊട്ടിക്കും എന്നാണ് ട്രംപിന്റെ ഭീഷണി. പ്രക്ഷോഭകർക്ക് വേണ്ടി ഇടപെടാൻ മടിക്കില്ലെന്ന് കഴിഞ്ഞയാഴ്ച ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വിലക്കയറ്റത്തിന് എതിരായ ജനരോഷം 2 ആഴ്ച പിന്നിടവേ പൊതുമുതൽ നശിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ സൈന്യമിറങ്ങുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ടെഹ്റാന് സമീപം ബഹാറിസ്ഥാൻ പട്ടണത്തിൽ സായുധരായ 100ഓളം കലാപകാരികളെ അറസ്റ്റ് ചെയ്തതായി അധികൃതരും അറിയിച്ചു. വിവിധയിടങ്ങളിൽ 22 കെട്ടിടങ്ങൾക്ക് പ്രക്ഷോഭകാരികൾ തീയിട്ടു. ഇന്റർനെറ്റ് നിരോധനത്തിന് പുറമെ രാജ്യാന്തര മാധ്യമങ്ങൾക്കും വിലക്കുള്ളതിനാൽ പ്രക്ഷോഭത്തിന്റെ യഥാസ്ഥിതി വ്യക്തമല്ല. 21 പോലീസുകാരടക്കം കൊല്ലപ്പെട്ട സ്ഥിതിയാണ്. അതേസമയം കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികൾ ഉൾപ്പെടുന്നു എന്നതും വേദനാജനകമാണ്. അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് മർദ്ദനത്തിൽ തല തകർന്നും കൈകാലുകൾ ഒടിഞ്ഞും 100 കണക്കിന് ആളുകൾ വിവിധ നഗരങ്ങളിൽ ആശുപത്രികളിൽ എത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ വെടിയേറ്റും ഡസൻ കണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇസ്രയേലിന്റെയും USന്റെയും പിന്തുണയുള്ള ഭീകര സംഘങ്ങളാണ് കലാപത്തിന് പിന്നിലെന്ന് ഇറാൻ ഭരണകൂടം ആരോപിച്ചിരുന്നു. വർഷങ്ങൾ പിന്നിട്ട പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ വിലക്കയറ്റം രൂക്ഷമായതോടെ വ്യാപാരികൾ ആരംഭിച്ച സമരം ആയത്തുള്ള ഖമേനിയുടെ ഭരണത്തിന് എതിരായ ജനകീയ പ്രക്ഷോഭമായി കൂടി മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 1979 ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഇറാൻ വിട്ട ഷാ മുഹമ്മദ് റിസാ പഹ്ലവിയുടെ മകൻ റിസാ പഹ്ലവി ഇറാനിലേക്ക് മടങ്ങുമെന്ന സൂചന നൽകിയിരിക്കുന്നത്. US-ലിരുന്ന് പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്ന റിസ ജനങ്ങളോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തതും വലിയ വാർത്ത തന്നെയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിന്റെ വരവ് ഇറാൻ ജനത ഉറ്റുനോക്കുന്നത്.